celebrating 13 colorful years of capturing heartbeats of Keralites and broadcasting to the world. This program brought to you by Abraham and Associates. We are dream sellers. We help families build a bright future. വാക്കുകൾക്ക് പറയാനാകാത്ത മനസ്സിന്റെ വികാരങ്ങൾ. I love myself. മനസ്സിലെ രഹസ്യങ്ങൾ താനേ തുറക്കും. അത് ഡയമണ്ട് പറയുമ്പോൾ മലബാറിലേക്ക് വരും. Faith Holidays, America's finest tour operator. To book a trip, call 1-888-91-FAITH. State Farm Insurance, Michael Therian. Keep the memories alive with Mukut Monuments. Heads Brokery 516-433-4310. Global Collision and Repair Works, 333 North Route 9 West, Congress, New York. Media App USA. Download Media App USA now on any of the streaming devices. പ്രവാസി ചാനൽ ഡെയിലി ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രവാസി ചാനൽ ഇപ്പോൾ എല്ലാ സ്ട്രീമിംഗ് ഡിവൈസുകളിലും ലഭ്യമാണ്. ഡൗൺലോഡ് മീഡിയ ആപ്പ് USA on any of your streaming device or any smart television. ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ ഒട്ടാകെ കോൺഗ്രസ് പാർട്ടി 10 മടങ്ങ് ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. അടുത്തുവരുന്ന തെരഞ്ഞെടുപ്പുകളിൽ അത് പ്രതിഫലിക്കുകയും ചെയ്യുമെന്നുള്ള വ്യക്തമായ സൂചനകളും നിലവിലുണ്ട്. ഖർവപസി എന്ന ആശയം പ്രചരിപ്പിച്ച് മോദി നയിക്കുന്ന പാർട്ടിയായിരുന്നുവെങ്കിലും പ്രത്യക്ഷത്തിൽ കാലാകാലങ്ങളായി കോൺഗ്രസിനെ തള്ളി പറഞ്ഞു പുറത്തുപോയവർ സംയമനം വീണ്ടെടുത്ത് ഓരോരുത്തരും കൂട്ടായ്മയും പാർട്ടി ചേരികളിൽ അണിനിരക്കുന്നു. കോൺഗ്രസ് വെറും പാർട്ടി പ്രസ്ഥാനമല്ല, ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ വികാരമാണെന്നുള്ള ബോധം ജനങ്ങൾ തിരിച്ചറിയുന്നു. രാഹുൽ ഗാന്ധി ഭാരതം മുഴുവൻ നടന്ന് വെറുപ്പിൻ്റെ കമ്പോളങ്ങൾ അടച്ചുപൂട്ടാനും സ്നേഹത്തിൻ്റെ കടകൾ തുറക്കുവാനും വളരെ കഠിന ശ്രമങ്ങൾ നടത്തി. ഈ സമയം കോൺഗ്രസ് എന്ന മഹാസമുദ്രത്തിൽ നിന്നും മഹാകോടികൾ സമ്പാദ്യമാക്കിയവരും പാർട്ടിയുടെ പേരിൽ എല്ലാ സ്ഥാനമാനങ്ങൾ നേടിയവരും ഗാലറിയുടെ ഏറ്റവും മുമ്പിലിരുന്ന് കളി കാണുന്നവരായി മാറിയതും നാം കണ്ടതാണ്. ആഴക്കടലിൽ നിന്ന് മുത്തുകൾ വാരിയവരും അതിൽ മുന്തിയ തിരുതുകൾ മഠത്തിൻ്റെ കാൽക്കൽ ചുവന്ന് കൊണ്ടുകൊടുത്തവരും പണക്കൊതിയും അധികാരമോഹവും തലയ്ക്ക് പിടിച്ച് മത്തരായി ചാവുകടലിൽ പോയി വീഴുന്നതും ജനങ്ങൾ ശ്രദ്ധയോടെ വീക്ഷിച്ചതാണ്. പക്ഷേ തെറ്റുകൾ തിരുത്തി പലരും കൂട്ടായ്മയായി കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ പൂർണ്ണമായി വിശ്വാസം വീണ്ടെടുത്ത് രാഹുൽ ഗാന്ധിക്ക് പിന്നിൽ അണിനിരക്കുന്നു. വളരെ ശക്തമായ പ്രതിപക്ഷ നേതാവായി പാർലമെന്റിൽ സാധാരണ പൊതുജനങ്ങളുടെ പ്രതിനിധിയായി പൊരുതുന്ന രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രി പേടിച്ചു തുടങ്ങിയിരിക്കുന്നു. ജനങ്ങളുടെ മൗലിക അവകാശം, മതേതരത്വം, സ്വാതന്ത്ര്യം തുടങ്ങിയ വിഷയങ്ങളിൽ കടന്നുകയറിയത് തിരിച്ചടിയായി മോദിയുടെ മുമ്പിൽ രാഹുൽ എന്ന ഗർജിക്കുന്ന പ്രതിപക്ഷ നേതാവിനെ പൊതുജനം വരവേൽക്കുന്നു. അധികം താമസിക്കാതെ കേന്ദ്രഭരണം കോൺഗ്രസ് കരങ്ങളിൽ വന്നുചേരും. ഇന്ത്യ മുന്നണി രാഹുൽ ഗാന്ധി നയിക്കും. ജനങ്ങൾ ഭയരഹിതരായി യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിച്ച് ജീവിക്കുവാൻ തുടങ്ങുവാനുള്ള ഉള്ളൊരുക്കത്തിലാണ്. ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ നന്മയെ കരുതി രാജ്യത്തെ സ്നേഹിക്കുന്നവർ, കോൺഗ്രസിനെ സ്നേഹിക്കുന്നവർ എല്ലാവരും മടങ്ങിവരിക. ഐക്യത്തോടെ ഒന്നായി ഒത്തുചേർന്ന് പാർട്ടിയെ ശക്തിപ്പെടുത്തി നമുക്ക് മുന്നോട്ട് പോകാം. കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനം ഇനിയും ശക്തി പ്രാപിക്കേണ്ടതുണ്ട്. കോൺഗ്രസ് പാർട്ടിയെ തകർക്കുന്നതും തോൽപ്പിക്കുന്നതും മറ്റുള്ള പാർട്ടികളല്ല. അവർക്കതിന് കഴിയുകയുമില്ല. പാർട്ടിയിലെ മുടിഞ്ഞ നേതാക്കളാണ് ഈ പാർട്ടിയുടെ മഹാശാപം. എല്ലാവരും നേതാക്കളാണ്, അല്ലെങ്കിൽ നേതാക്കൾ ചമയുന്നവരാണ്. ആകെ അവർ ചെയ്യുന്നത് തമ്മിൽ പടവെട്ടി മുൻനിരയിൽ എത്തിച്ചേരാൻ തത്രപ്പാട് പെടുന്നവരാണ്. അണികളോടോ ജനങ്ങളോടോ യാതൊരു പ്രതിബദ്ധതയോ തെല്ലും ഇല്ലാത്തവരാണ്. ആരെ വെട്ടിയാലും തനിക്ക് സ്ഥാനം ഉറപ്പിക്കണം എന്ന ഒറ്റ ഉദ്ദേശമേ ഇവറ്റകൾക്കുള്ളൂ. കേരളത്തിൽ പ്രത്യേകിച്ചും ചെറുപ്പക്കാർ രാഷ്ട്രീയത്തെ മറികടന്ന് ചിന്തിച്ച് ബഹുമാനപ്പെട്ട ഡോക്ടർ ശശി തരൂരിനെ നേതാവായി മുമ്പിൽ കൊണ്ടുവരാൻ തീവ്ര ശ്രമം നടത്തുമ്പോൾ തരൂരിനെ കേരളത്തിൽ നിന്ന് നാടുകടത്താൻ തിരുവനന്തപുരത്തും തോൽപ്പിക്കാൻ പല കോൺഗ്രസ് നേതാക്കൾ മുൻകൈയെടുത്തത് ആരും മറന്നു കാണില്ല. കരിമണൽ കടത്തിലൂടെ കോടികൾ മോഷ്ടിച്ചെടുത്ത മുഖ്യമന്ത്രിക്കെതിരെ മകളുടെ കടലാസ് കമ്പനിക്കെതിരായ വ്യക്തമായ തെളിവും രേഖകളുമായി നിയമസഭയിൽ അഡ്വക്കേറ്റ് മാത്യു കുഴൽനാടൻ ആഞ്ഞടിച്ചപ്പോൾ ഒരു കോൺഗ്രസ് നേതാവും അദ്ദേഹത്തെ കാര്യമായി പിന്താങ്ങാനും കൂട്ടാക്കിയില്ല. മറിച്ച് എതിർ പ്രസ്താവനകൾ പുറത്തുവിട്ടവരും ഈ നേതാക്കളൊക്കെയാണ്. ലോകത്തിൽ കമ്മ്യൂണിസം നശിച്ചുപോയി. ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് ഭരിക്കുന്ന ഏക സംസ്ഥാനവും കേരളമാണ്. കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ നേതാക്കന്മാരുടെ ഒത്തുകളികളും ഗ്രൂപ്പ് കളികളുമാണ് ഈ അവസ്ഥയ്ക്ക് കാരണമാകുന്നത്. ഇന്ന് കേരളം ലജ്ജയോടെ ഈ നാറിയ കമ്മ്യൂണിസ്റ്റ് ഭരണത്തെ കാണുമ്പോൾ കോൺഗ്രസ് ഒരു ചുക്കും ചെയ്യുന്നില്ല. കുറെ കപട പ്രസ്താവനകളിൽ ഒതുക്കി ഇവർക്ക് ഓശാന പാടുന്നവരായി മാറുന്ന കാഴ്ചയാണ് ജനങ്ങൾ വീക്ഷിക്കുന്നത്. വികാരം നഷ്ടമായി മാനഭംഗം സഹിച്ചവരായാലും ശക്തമായി ഒത്തൊരുമയോടെ മടങ്ങി വരണം. നേതാക്കൾ ഒന്നിക്കണം.
പിന്നോട്ട് ചിന്തിക്കാൻ ഇവർക്കറിയില്ലേ? വെറും ഒരു കള്ളക്കഥയുണ്ടാക്കി ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തെയും സർക്കാരിനെയും വെട്ടിനിരത്തി സമരം ചെയ്ത കാബാലികരായ കമ്മ്യൂണിസ്റ്റുകാരുടെ ഇരകളായ നേതാക്കൾക്ക് സമരം ചെയ്യാനും ഭരിക്കാനും അറിയില്ലെന്നുള്ള തോന്നൽ ഒന്നു മാത്രമാണ് പൊതുജനങ്ങൾ ഗതിയില്ലാത്ത പിണറായി സർക്കാരിനെ വീണ്ടും അധികാരത്തിൽ കയറ്റിയത്. ഇനിയും സമയം ഒട്ടും പാഴാക്കാതെ ശക്തമായ കർമ്മ പരിപാടികളുമായി ജനങ്ങളെ സമീപിക്കുക. ഗ്രൂപ്പുകൾ ഇല്ലാതെ കോൺഗ്രസ് പാർട്ടി ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകൂ. മുഖ്യമന്ത്രി സ്വപ്നം തൽക്കാലം മാറ്റിവെക്കുക. പാർട്ടി ശരിയാക്കും. പാർട്ടി ഉണ്ടെങ്കിലേ മുഖ്യമന്ത്രി ഉണ്ടാകൂ. ദയവായി കോൺഗ്രസുകാർ ഇനിയെങ്കിലും പാരകൾ ഉപേക്ഷിക്കുക. ഒത്തൊരുമയോടെ മുന്നോട്ട് പോകുക. നമുക്ക് നേടാം ഒറ്റക്കെട്ടായി. കേരളത്തിലെ അല്ലെങ്കിൽ ലോകത്തിലെ അവസാന കമ്മ്യൂണിസ്റ്റ് പിണറായി ഏകാധിപത്യ ഭരണം ചരിത്രമാക്കാം. വിദേശത്ത് താമസിക്കുന്ന പ്രവാസികൾക്കായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സംഘടന ചട്ടക്കൂടുകൾ പ്രസ്താവിച്ചു. അമേരിക്ക, കാനഡ, യൂറോപ്യൻ രാജ്യങ്ങൾക്കായി ഫ്രണ്ട്സ് ഓഫ് കോൺഗ്രസ്, ഇന്ത്യൻ നാഷണൽ ഓവർസീസ് കോൺഗ്രസ്, അവസാനം ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് എന്ന പേരുകളിൽ പ്രസ്ഥാനം സജീവമായി മുന്നോട്ട് പോകുന്നു. ഗ്ലോബൽ ചെയർമാൻ ഡോക്ടർ സാം പിട്രാഡോ ശക്തമായി നയിക്കുന്നു. ഇവിടെയും ഗ്രൂപ്പിസം കടന്നു വന്നു. 2 ഗ്രൂപ്പുകളായി നടന്നു വന്നിരുന്നു. സാം പിട്രാഡോയും ഇതിനെ എതിർപ്പ് പ്രകടിപ്പിച്ചില്ല. എല്ലാവരും കൂടട്ടെ, ഇത് കോൺഗ്രസ് അല്ലേ, അധികാരമില്ലല്ലോ, ഉള്ളപ്പോൾ ഒന്നിക്കാം എന്ന ആശയവും അദ്ദേഹം പ്രസ്താവിക്കുകയും ചെയ്തിട്ടുള്ളതുമാണ്. എല്ലാവരും രാജ്യസ്നേഹികളായ കോൺഗ്രസ്സുകാരല്ലേ, നമുക്ക് നാട്ടിൽ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകാൻ അതിന് സാധ്യത ഉണ്ടെങ്കിലും വേണ്ടാത്തവരുമാണ്. ദയവ് ചെയ്ത് നമ്മൾ ഗ്രൂപ്പുകൾ മറന്ന് മുമ്പോട്ടുള്ള സാധ്യതകൾ മനസ്സിലാക്കി പ്രവർത്തിക്കാം. ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് ഇവിടെ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാം. ജനാധിപത്യത്തെ മുറുകെ പിടിക്കാം. ഇവിടെ നേതൃത്വ സ്ഥാനം ഏൽക്കാൻ തയ്യാറുള്ള മലയാളികളുണ്ട്. അവർ ഇതിൻ്റെ സാരഥിയായി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മുമ്പോട്ട് വരണം. വെറുതെ നോർത്ത് ഇന്ത്യക്കാരെ കുറ്റപ്പെടുത്തി ഒഴിഞ്ഞു നിൽക്കാതെ നമുക്കത് നേടിയെടുക്കാം. തിരഞ്ഞെടുപ്പ് നടത്താം. കോൺഗ്രസ് നമ്മുടെ നാട്ടിലെ ഭരണം പിടിക്കും. ഒരു സംശയവും വേണ്ട. നാടിനെ സ്നേഹിക്കുന്ന പ്രവാസികളായതാണ് നമ്മൾ കോൺഗ്രസിൻ്റെ പിന്നിൽ അണിനിരക്കുന്നത്. നാട്ടിൽ നിന്ന് വരുന്ന രാഷ്ട്രീയക്കാർ, അവർക്ക് നമ്മൾ എല്ലാവരും തുല്യരാണ്. അവരോട് ഗ്രൂപ്പിസം പറയാൻ നിൽക്കണ്ട. മീറ്റിങ്ങുകൾ, യോഗങ്ങൾ തുടങ്ങിയ പരിപാടികൾ ഫ്രണ്ട്സ് ഓഫ് കോൺഗ്രസ് എന്ന പേരിൽ തൽക്കാലം നടത്തുന്നതിൽ ആർക്കും ഗ്രൂപ്പാണെന്ന് തോന്നുകയുമില്ല. അല്ലെങ്കിൽ ഇവിടെ ഗ്രൂപ്പ് കാണിച്ച് ഫോട്ടോ പത്രങ്ങളിലിട്ട് സ്വയം ജല്യരാകേണ്ട കാര്യം ഒട്ടും നിലവിലില്ല. ഇവിടെ എല്ലാവരെയും എല്ലാവർക്കും അറിയാം. സമൂഹ മാധ്യമങ്ങളിലും ഇവിടുത്തെ പത്രങ്ങളിലും വരട്ടെ വാർത്തകൾ. കോൺഗ്രസ് രാജ്യസ്നേഹികളാണ്. നമുക്കൊരു കോൺഗ്രസ് പ്രസ്ഥാനം മതി. കഴിഞ്ഞ 1/4 നൂറ്റാണ്ടായി കോൺഗ്രസ് പ്രസ്ഥാനം സ്ഥാപിച്ചവർ ന്യൂയോർക്കിലും ഷിക്കാഗോയിലും കഠിനമായി അധ്വാനം ചെയ്ത് പാർട്ടിയെ ഇവിടെ വരെ എത്തിച്ചവരെ നാം മറക്കരുത്. മുട്ടയാണോ കോഴിയാണോ ആദ്യം വന്നതെന്ന് സ്വയം ചോദിച്ചതുപോലെയുള്ള കാര്യങ്ങൾ. ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് അമേരിക്ക, കാനഡ, യൂറോപ്യൻ രാജ്യങ്ങളിൽ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുക. OICC എന്ന സംഘടന ഗൾഫ് രാജ്യങ്ങളിൽ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കട്ടെ. നമുക്ക് സംഘടിക്കാം, ശക്തരാകാം. ജയ് ഹിന്ദ്, ജയ് കോൺഗ്രസ്. ന്യൂസ് ഡെസ്ക്, പ്രവാസി ചാനൽ. നിങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കണ്ട. news@pravasichannel.com അല്ലെങ്കിൽ editor@eMalayali.com എന്ന ഇമെയിലിലേക്കോ വാർത്തകൾ അയയ്ക്കുക.